ഹായ്, ഞാൻ ചണ്ഡീഗഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും എനിക്കുണ്ടായിരിക്കണം, എങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും സ്പെഷ്യലായ കടി ആൻഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ പറയുന്നത് കടി ചാവൽ. ഇത് എല്ലാവർക്കും ഇവിടങ്ങളിൽ എല്ലാം ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇവിടങ്ങളിൽ അമ്പലങ്ങളിൽ അന്നദാനം കൊടുക്കുന്നതും ഇതാണ്, കടിച്ചാവൽ, കടി റൈസ്, കടിയും ചോറും. അതെങ്ങനെ ഉണ്ടാക്കുന്നതും കാണിച്ചു തരാം. ആദ്യമായിട്ട് മീഡിയം സൈസിലുള്ള 2 ഉള്ളി എടുക്കണം. പിന്നെ 10-16 ലസൻ പൊളിച്ചത്, വെളുത്തുള്ളി പൊളിച്ചത്, പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം, പച്ചമുളക് 5 എണ്ണം, കരിവേപ്പില ചെറിയൊരു, പിന്നെ മല്ലിയില, പിന്നെ ഗ്രാമ്പൂ 3-4 എണ്ണം, പിന്നെ ചുവന്ന മുളക്, ശകലം സോഡ, പിന്നെ എണ്ണ, വറക്കാനുള്ള എണ്ണ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സവോളയാണ്. പിന്നെ മഞ്ഞൾ, ഉപ്പ് പാകത്തിന്, പിന്നെ മുളക് 3 മുളക്, 1 ടീസ്പൂൺ മല്ലി മുഴുവനായുള്ളത്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ നമ്മുടെ കായപ്പൊടി, തൈര്. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ 300 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 10 പേർക്ക് കറിയായിട്ട് കൂട്ടാൻ പറ്റും. 300 ഗ്രാം കടലമാവ്, 1/2 കിലോ തൈര്. ഞാനിപ്പം വെളിയിൽ നിന്ന് വാങ്ങിച്ച തൈരാണ് ഇത്, കടലമാവ്. ഇനി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് കടലമാവ് എടുക്കുക. കടലമാവ് എടുത്തിട്ട് അതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കായപ്പൊടി 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കി പക്കവട ഉണ്ടാക്കുന്ന രീതിയിൽ ലൂസായിട്ട് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മസാല എല്ലാം കൂടെ ഈ ബേസൻ്റെ കൂട്ട് എടുത്ത് കലക്കി മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് അത് കുറേ 10-15 മിനിറ്റ് അവിടെ ഇരിക്കണം. ഈ കടലമാവിൻ്റെ കൂട്ട് 10-15 മിനിറ്റ് വെള്ളം ഒഴിച്ചിട്ട് പക്കവട ടൈപ്പാക്കിയിട്ടിട്ട് ഞാൻ കലക്കി കഴിഞ്ഞിട്ട് കാണിക്കാം അതെങ്ങനെയാണ്. ഞാൻ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇത് 2 മീഡിയം സൈസിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മല്ലിയില എല്ലാം അരിഞ്ഞ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. അതിനകത്തോട്ട് നമുക്ക് ഈ തൈര് ഒഴിക്കണം. ഈ 5 ലിറ്ററിൻ്റെ കുക്കറിനകത്തോട്ട് നമുക്ക് തൈര് ഒഴിക്കണം. ഈ 1/2 കിലോ തൈര്. എന്നിട്ട് ഇനിയും കടലമാവ് ഇടണം. ഒരു തവി, 1/2 കിലോ തൈരിനുള്ളതാണ് ഞാൻ പറയുന്നത്. 2 തവി, 3 തവിയോളം കടലമാവ് ഇടണം. കടലമാവ് ഇട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഉടയ്ക്കണം. നല്ലപോലെ ഈ തൈരും ഈ കടലമാവും നല്ലതുപോലെ കട്ടയില്ലാതെ ഉടയണം. എങ്കിൽ കട്ട ഉണ്ടെങ്കിൽ നമ്മുടെ അത് പിരിഞ്ഞ മാതിരി ഇരിക്കും. അതുകൊണ്ട് കട്ടയായിട്ട് നല്ലതുപോലെ കട്ടയായിട്ട് ഉടയണം. ഒത്തിരി സമയമൊന്നും വേണ്ട, കുറച്ച് സമയത്ത് നമ്മൾ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. നല്ലപോലെ ഉടഞ്ഞതിന് ശേഷമേ വെള്ളം ഒഴിക്കാവൂ. 1/2 കിലോ തൈര്, ഒരു 1/2 കിലോ, ഏകദേശം 1/2 കിലോ കടലമാവ്. നമ്മൾ മാറ്റി വെച്ചേക്കുന്ന 300 ഗ്രാം. മൊത്തത്തിൽ 1/2 കിലോ കടലമാവ് നമുക്ക് വേണം.
ഞാൻ കുക്കറിനകത്ത് വെക്കുന്നതെന്ന് പറയുന്നത് അത് വെളി വേറെ തിളച്ച് പോവുകയല്ല, അതിന് വേണ്ടിയാണ്. 5 ലിറ്ററിൻ്റെ ഇതിനകത്ത് ഞാൻ 4 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കും. 5 ലിറ്ററിൻ്റെ കുക്കറിനകത്ത് 3.25 4 ലിറ്റർ വെള്ളം ഒഴിക്കണം. ആ കടലമാവും തൈരും കൂടെ എടുത്ത് വെച്ചേക്കുന്ന 3.25, ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. 3.25 ലിറ്റർ, ഏകദേശം 3.25 4 ലിറ്റർ വെള്ളം ഒഴിക്കണം. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കിയെടുക്കണം. കണ്ട തൈരും കടലമാവും കൂടെ കലക്കിയെടുത്താൽ ഒരു തരി പോലും ഇല്ല. ഇങ്ങനെ കലക്കിയെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മൾ കഴുകി വെച്ച മല്ലി, ജീരകം, ഉലുവ, ലോങ് അത് സ്വല്പം എടുത്തിട്ട് നമ്മൾ ഒന്ന് കടുക് വറുത്തിടുക. എണ്ണ തീരെ കുറവ് ഒഴിക്കുക, ഇതൊന്ന് പൊട്ടാനും മാത്രമുള്ളത്. എന്നിട്ട് ഇത് തീ കത്തിച്ചിട്ടില്ല, ചുമ്മാതെ വെച്ചേക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് കടുക് വറുത്ത് അതിനകത്തിടുക. ചുമക്കുന്ന പരുവത്തിന് ഇതിനകത്തൊഴിക്കുക. നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് ചുമപ്പ്, നല്ല ഒരു ചുമപ്പ് നിറം വേണം. എന്നിട്ട് വേണം ഇതിനകത്തൊഴിക്കാൻ. ചുമപ്പായി വേണ്ട മൂത്തു. എന്നിട്ട് ഇതിനകത്തൊഴിക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് അല്പം മഞ്ഞളിടുക. അല്പം പിന്നീട് വേണം നമുക്ക് നല്ലപോലെ മഞ്ഞളിടുക. എന്നിട്ട് ഇതിനകത്തേക്ക് അല്പം മുളക് പൊടി ഇടുക. ഒരല്പം, ഒരു പിഞ്ച് ബസ് മതി. ഇട്ടിട്ട് ഇനി അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇളക്കാൻ പാടില്ല, തിളയ്ക്കാൻ പാടില്ല. വേറെ തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഇളക്കി, തിളയ്ക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൈവിടാതെ ഇളക്കണം. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ആദ്യം തീ ഇച്ചിരി കൂട്ടി വെക്കുക. എന്നിട്ട് ഇളക്കി ഉപ്പ് ഇടരുത്. ഒരു കാരണവശാലും തിളയ്ക്കുന്നതിന് മുമ്പ് ഉപ്പ് ഇടരുത്, അത് പൊട്ടിപ്പോകും. പൊട്ടുവോ പിരിയുവോ അങ്ങനെയൊക്കെ പറയും. പല സ്ഥലത്ത് പലതായി പറയുന്നത്. ഞങ്ങളുടെ ഭാഗങ്ങളൊക്കെ പിരിഞ്ഞെന്നാണ് പറയുന്നത്, പൊട്ടിയെന്നും പറയും. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇരിക്കണം. തിള വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൈ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഉപ്പിടരുത്. തിളച്ച് കഴിഞ്ഞ് മാത്രമേ ഉപ്പിടാവൂ. ഇളക്കി ഇത് കാണുമ്പോൾ അവർക്ക് ഒത്തിരി പ്രയാസമാണെന്ന്, എന്നാൽ നിസ്സാര കാര്യമാകും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാം. ബസുമതി അരിയുടെ കൂടോ, നമ്മുടെ വെള്ള അരിയുടെ കൂടോ, കുത്തിരിയുടെ കൂടോ. ഞങ്ങൾ കുത്തിരിയുടെ കൂടെ മോൻ കഴിക്കത്തില്ല. അവൻ ബസുമതി അരിയുടെ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കത്തുള്ളൂ. ഇത് തിളപ്പിക്കാൻ 1/4 മണിക്കൂർ ഇങ്ങനെ ഇളക്കി തിളയ്ക്കുന്നവരെ ഇളക്കിയിരിക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിട്ടിട്ട് പിന്നെ കുഴപ്പമില്ല, തവി ഇങ്ങനെ വെക്കണം. തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സിമ്മേലിടണം ഗ്യാസ്. എന്നിട്ട് 1/4 മണിക്കൂർ വേവിക്കണം. വിറകടുപ്പാണ് ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാം. ഇവിടെ ഗ്രാമങ്ങളിലുള്ളവരെല്ലാം വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കത് പറ്റാത്തത് കൊണ്ട് ഗ്യാസിലുണ്ടാക്കും. 1/4 മണിക്കൂർ നല്ല ടേസ്റ്റായിരിക്കും. വിറകയിലുണ്ടാക്കിയത് തീ കുറച്ചിട്ട് വേവിക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ലപ്പോഴും ഇളക്കിയാൽ മതി. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടുക. ഉപ്പ് അവനവൻ്റെ അവനവൻ്റെ ടേസ്റ്റ്. അത് ഞാൻ ഉപ്പിട്ടിട്ട് ഇനി നമ്മൾ നേരത്തെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണ്ട. ഉപ്പ് തിളച്ചല്ലോ, അത് കാരണം ഒത്തിരി ഇളക്കിക്കൊണ്ടിരിക്കണ്ട. കുറച്ചിളക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക മാത്രം മതി. എന്നിട്ട് തവി ഇങ്ങനെ വെക്കുക, സിമ്മേലിടുക ഗ്യാസ്. പിന്നെ ഇത് കുറുകി കഴിയുമ്പോൾ നമുക്ക് പക്കാവട ഉണ്ടാക്കി കാണിക്കാം. അതെങ്ങനെ കടുക് വറക്കുന്നതും പക്കാവട ഉണ്ടാക്കുന്നതും എല്ലാം കാണിക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പക്കാവട ഉണ്ടാക്കും. അതിന് ഞാൻ എണ്ണ ഒഴിക്കുക. പക്കാവട ഉണ്ടാക്കാം. നമ്മൾ ബേസൻ നേരത്തെ കടലമാവ് നേരത്തെ കലക്കി വെച്ചിട്ടില്ല, അതുകൊണ്ട് പക്കാവട ഉണ്ടാക്കാൻ പോവുക. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഈ പരുവത്തിൽ കടലമാവ് എടുക്കുക. ഈ പരുവത്തിൽ പക്കാവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്, ഈ കടി ഉണ്ടാക്കുന്നതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണ്. ഈ പക്കാവട ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പിഞ്ച് കുറച്ച് സോഡാപ്പൊടി,
ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത്രയും സോഡാപ്പൊടി ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്ത് കുറച്ച് സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് എണ്ണ തിളയ്ക്കുമ്പോൾ കൂട്ടി വെക്കണം. ഗ്യാസ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വെക്കണം. എന്നിട്ട് ഈ പക്കവട ഇടുമ്പോൾ മീഡിയത്തിലിട്ടിട്ട് കുറേ തിരിച്ച് മറിച്ച് വിട്ടിട്ട് പിന്നെ ഇച്ചിരി കൂട്ടി വെക്കണം. കാരണം എണ്ണ അതേ പിടിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ എടുക്കാറാകുമ്പോൾ ഇച്ചിരി കൂട്ടി വെച്ചിട്ട് എടുക്കണം. എണ്ണ പിടിക്കത്തില്ല. മറ്റേ ഇടുമ്പോഴേ നമ്മൾ മീഡിയത്തിലിടണം. അകം വേകണമെന്നുണ്ടെങ്കിൽ മീഡിയത്തിലിട്ട് വേവിക്കണം. എന്നിട്ട് എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, ഇച്ചിരി തീ കൂട്ടി വെക്കണം. എണ്ണ അതേ പിടിക്കത്തില്ല കൂടുതൽ. ഇങ്ങനെ കടലമാവ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. പക്കവട ഉണ്ടാക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ചെറിയതായിട്ടുണ്ടാക്കണം. ഇങ്ങനെ പക്കവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ പക്കവട ഇതിനകത്ത് സ്പൂണെ കോരി ഒഴിച്ച് ഇരിക്കണം. ഈ പരുവാകുമ്പോൾ നമ്മൾ പക്കവട ഉണ്ടാക്കി വെച്ചേക്കുന്നതായിട്ട് അത്രയും പക്കവട ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതിനകത്തിടണം. ഇത് ഗ്യാസ് ഓണാ. ഇതിനകത്തിട്ട് ഇങ്ങനെ വാരി ഇതിനകത്തിടണം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കണം. ഇനി അത് കടു വരെ വറക്കുന്നത് നമ്മുടെ കാര്യം. നമ്മൾ വറുത്ത് വെച്ച എണ്ണ ഇച്ചിരി ഒഴിക്കണം. ശകലം മതി, ഒത്തിരി എണ്ണ വേണ്ട. ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് 2 മുളക്, 3 മുളക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന മല്ലി, ഉലുവ, ജീരകം, ഗ്രാമ്പൂ അതുകൂടെ അതിനകത്ത് ഇടുക. അത് മൂത്ത് വരുമ്പോൾ ഇത് മൂത്ത് വരുന്നത് നമ്മുടെ വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇട്ടിട്ട് ഒരുമാതിരി വെളുത്തുള്ളി മൂക്കുമ്പോൾ ഒരുമാതിരി മൂക്കണം വെളുത്തുള്ളി, എന്നാലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒരുമാതിരി വെളുത്തുള്ളി മൂക്കണം. വെളുത്തുള്ളി മൂത്ത് തുടങ്ങി അന്നേരം നമുക്ക് ഉള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിട്ട് അത് വഴലുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഉള്ളി ഇതെല്ലാം കൂടെ നല്ലപോലെ മൂത്ത് ഇനി ഇഞ്ചി ഇടണം. ഇഞ്ചി ഒത്തിരി മൂക്കരുത്, അത് ഞാൻ ലാസ്റ്റ് ഇട്ട്. ഇത്രയും പരുവാകാവും ഉള്ളി. ഒത്തിരി മൂത്ത് പോയാൽ കഴിക്കും. ഇതിനകത്തിട്ട് കഴിഞ്ഞു. ഇത് ഇനി മല്ലിയില ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് ഇനി മഞ്ഞൾ ഇടണം. മഞ്ഞൾ ഏറ്റവും കൂടുതൽ ഈ കറിക്ക് വേണ്ടത്. ഇത്രയും മഞ്ഞൾ ഇടണം. എന്നിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കടിക്കകത്തോട്ട് ഇടാം. മഞ്ഞൾ നല്ലതുപോലെ മൂത്തു. ഈ മല്ലിയില നിർബന്ധമല്ല, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇടുക എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കടിക്കകത്തോട്ട് കുടഞ്ഞിടുക. എന്നിട്ട് ഇളക്കി ഇച്ചിരി ലൂസായിട്ട് വേണം എടുത്ത് വെക്കാൻ. ഇത് ഇരിക്കുന്തോറും ഇത് കുറുകുന്നു. അതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് വേണം ഇത് ഇറക്കാൻ. അപ്പോൾ ഇത് ഇപ്പോൾ ഓക്കെ ആയി, എല്ലാം ശരിയായി. ഇതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് ചൂടാകട്ടെ. കടുക് വറുത്തിട്ട് ഒന്ന് തിളയ്ക്കണം. കടി തയ്യാറായി. കാണാൻ തന്നെ എന്തൊരു ഭംഗി, അതുപോലെ തന്നെ ടേസ്റ്റ്. പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. പിള്ളേർ നേട്ടെ ഞാൻ ബസുമതി ചാവൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോന് വേണ്ടി. ഞങ്ങൾ കഴിക്കത്തില്ല ഇത്, മോന് വേണ്ടി. ഇതുണ്ട് ഇങ്ങനെ പക്കവട എടുത്തിട്ട് ഇങ്ങനെ ഈ ജ്യൂസ് ഒഴിച്ചിട്ട് ഒരു മുളകും എടുത്ത് വേണ്ട. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഒത്തിരി ടേസ്റ്റുള്ള കറിയായത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പസന്തായ ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ചെയ്യണേ. ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി പ്രയാസമാണെന്നൊന്നും നോക്കരുത്. ഈ വേഗം 100 പ്രാവശ്യം ഉണ്ടാക്കിയാൽ വേഗം നമുക്ക് ഉണ്ടാക്കാൻ പോകും. ടേസ്റ്റിയെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നൊരു കറിയാണ്.
ഇനി ഞാൻ വീഡിയോ വീണ്ടും ഇവിടുത്തെ ഫേമസ് ഡിഷുകൾ ഒക്കെ ഇടുന്നതായിരിക്കും. ഇവിടുത്തെ ക്ലീൻ സിറ്റികളെല്ലാം കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് കർണ പ്ലീസ്.